ഹായ് മകളെ, അപ്പോൾ നാളെ നമ്മുടെ NMMS എക്സാം ആണ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NMMS എക്സാമിൻ്റെ തലേ ദിവസം ഞാനൊരു 18ാമത്തെ അടവ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. ആ അടവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഈ ഒരു വോയിസ്, ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ അയക്കുന്നത്. ഓക്കെ, 18ാമത്തെ അടവ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 90 മാർക്കിൻ്റെയാണ് എന്ത് സാറ്റും മാറ്റും ഉള്ളത്. അപ്പോൾ നോർമൽ കേസിൽ എന്താണ്, നമുക്ക് ഒരു സാറ്റിലാണെങ്കിൽ ഒരു 70 മാർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് 90 അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്തായിരിക്കും, ഒരു 85 വരെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ലാസ്റ്റത്തെ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ സമയം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല റീസണും വരാം. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 1-2 ട്രിക്കുകൾ, 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ മസ്റ്റായിട്ടും 90 ക്വസ്റ്റ്യൻ നിങ്ങൾ കറപ്പിച്ചിരിക്കണം. 90 ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റായിട്ട് കറപ്പിച്ചിരിക്കണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളൊക്കെ ആദ്യം നിങ്ങൾ ചെയ്ത് കറപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്കൊരു 5ഓ 10ഓ ഇനിയിപ്പോൾ 15 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്കി കുത്തണം. എന്ത് ചെയ്യണം, കറക്കി കുത്തണം. ഈ കറക്കി കുത്തലാണ് എന്ത് മക്കളെ, നമ്മുടെ 18ാമത്തെ അടവ്. പക്ഷേ ആദ്യം മുതൽ എന്താണ്, ഈ കറക്കി കുത്തൽ പാടില്ല. ആദ്യം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിട്ട് അവസാന നിമിഷം, ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഈ 4 ഓപ്ഷനിൽ എങ്ങനെയാണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് 50-50 ഉണ്ടായിരിക്കും. അതായത് ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, സിയും ഡിയും എന്തായാലും എല്ലാം നമുക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ എ മസ്റ്റായിട്ട് കറപ്പിക്കുക, അല്ലെങ്കിൽ ബി ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കറപ്പിക്കുക. കറപ്പിക്കുമ്പോൾ നോക്കേണ്ടത്, ആദ്യം ഒന്ന് എ കറപ്പിച്ചു, പിന്നെ ഒന്ന് ബി കറപ്പിച്ചു, പിന്നെ ഒന്ന് സി കറപ്പിച്ചു, അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ കറപ്പിക്കരുത്. കറപ്പിക്കുകയാണെങ്കിൽ, അതായത് കറക്കി കുത്തുന്നത് കറപ്പിക്കുമ്പോൾ എല്ലാതും ഒറ്റ എണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. ഒന്നുകിൽ എ മാത്രം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ബി മാത്രം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സി മാത്രം കറപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ഡി മാത്രം കറപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമൽ കേസിൽ എന്താണ്, എല്ലാ ക്വസ്റ്റ്യനും കുറച്ച് എണ്ണം, അപ്പോൾ 90 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യനൊക്കെ എന്താണ്, ഒരു എ കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എ ആൻസറുകൾ ഉണ്ടാവും. ഒരു 20 എണ്ണം ബി ഉണ്ടായിരിക്കും, ഒരു 30 എണ്ണം എന്താണ് സി ഉണ്ടായിരിക്കും, ബാക്കിയുള്ള എന്താണ് ഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ എ മാത്രം നമ്മൾ കറപ്പിക്കുമ്പോൾ ആ എയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളെ ശരിയായിരിക്കും. നമ്മൾ പലത് കറപ്പിക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, അതാവണമെന്നില്ല ആൻസർ. അപ്പോൾ നിങ്ങൾ കറപ്പിക്കുന്ന സമയത്ത്, കറക്കി കുത്തി കറപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് എന്ത് നിങ്ങൾ കറപ്പിക്കാൻ പാടൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നന്നായിട്ട് നാളെ പോയിട്ട്, നാളെ കുറച്ച് നേരത്തൊക്കെ എന്താണ് എക്സാം ഹാളിൽ എത്തുക. നേരത്തെ എത്തിയിട്ട് നല്ല ഫ്രീ ആയിട്ട്, ഇന്നിപ്പോൾ അധികം നേരം ഒന്നും ഇരുന്ന് പഠിക്കൊന്നും ചെയ്യണ്ട, ഒരു 9 മണി 9:30 ആകുമ്പോൾ എന്താണ് നന്നായിട്ട് കിടന്നുറങ്ങാൻ നോക്കാം. ഓക്കെ, നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നേരത്തെ എണീക്കൊന്നും വേണ്ട, നല്ല കൃത്യമായിട്ട് എന്താണ് ആ ഒരു ടൈമിലൊക്കെ എണീറ്റിട്ട് നല്ല ഫ്രീ ആയിട്ട് എണീക്കാം. എന്നിട്ട് നേരത്തെ ഹാളിലെത്താൻ നോക്കാം. എക്സാമിൻ്റെ എങ്ങനെയാണെങ്കിലും ഒരു 1 മണിക്കൂർ മുന്നെയെങ്കിലും എക്സാം സെൻറ്ററിൽ നിങ്ങൾ എത്തുക. ഹാൾ ടിക്കറ്റ്, പേന, അതേപോലെ ആധാർ കാർഡ് എടുത്തോളും. ഫോട്ടോ ഒന്നും നിർബന്ധമൊന്നുമില്ല, എങ്കിലും വേണമെങ്കിൽ ഉള്ളവരൊന്ന് കൈ വെച്ചോളൂ മാത്രം. അത് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ ഇല്ല എന്നൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല, ഫോട്ടോ ഒന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഫോട്ടോ ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതേപോലെ നിങ്ങൾ ചട്ട ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് ആളുകൾ ചോദിച്ചു വെച്ചെഴുതാൻ ചട്ട യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എക്സാം ബോർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്താണ് എല്ലാവരും എടുത്തോളൂ. അവിടെ ചെന്നിട്ട് ആരെങ്കിലും ടീച്ചർമാർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബാഗിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ എന്താണ് നിങ്ങളത് അറ്റൻഡ് എടുത്തോളൂ കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെൻഷൻ എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ വേണ്ട. ഓക്കെ, നല്ല ഫ്രീ ആയിട്ട് പോവുക, നല്ല ഫ്രീ ആയിട്ട് എക്സാം എഴുതുക, തിരിച്ചു പോരുക. നാളെ വൈകുന്നേരം എന്താണ് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലൈവിൽ നിങ്ങൾക്ക് വരും. അതും കൃത്യമായിട്ടാണ് കണ്ട് നല്ലൊരു ഫോട്ടോ നാളെ എക്സാം കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റാക്കി എടുക്കണം. ആ ഒരു രൂപത്തിലായിരിക്കുന്നത് നാളെ എക്സാം എഴുതിയിട്ട് വരാൻ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എന്താണ് NMMS നല്ല എളുപ്പമാവട്ടെ, എല്ലാവരും നല്ല തകർത്ത് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് for your NMMS examination. Thank you. Have a nice day.